ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശിനാർ രാജാവായ അമ്രഫേൽ, എലാസാർ രാജാവായ അര്യോക്ക്, ഏലാം രാജാവായ കെദർലായിമോർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗോമോറ രാജാവായ ബിർശ, ആദ്മാ രാജാവായ ശിനാബ്, സെബോയീം രാജാവായ ശെമേബേർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദോർലായിമോരിന് കീഴടങ്ങിയിരുന്നു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദോർലായമോരും അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരോത്ത് കർണയീമിലെ രഫായികളെയും ഹാമിലെ സൂസ്യരെയും ശാവക്കിര്യോത്തീമിലെ ഏമ്യരെയും സെയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്നു അമാലേക്യരുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സോദോം രാജാവായ ഗോമോര രാജാവും ആദ്മാ രാജാവും സെബോയീം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ടു സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ ഖേദോർ ലൈമോർ, ജാതികളുടെ രാജാവായ തീദാൽ, ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവായ അരിയോക്ക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർ നേരെ തന്നെ. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെയുണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്നു എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എൽക്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമോര്യനായ മെമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്ന് തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവൻ ഖേദോർലായമോരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങിവന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനു അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേകർ എസ്കോൻ, മെമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ.